എനിക്ക് 28 വയസ്സായി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും കണ്ണിൽ ഞാൻ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാരം ആരും കണ്ടില്ല. കരിയറിലെ തകർച്ചയും വ്യക്തിപരമായ ചില പ്രതിസന്ധികളും കാരണം മടുത്തുപോയ നിമിഷങ്ങൾ. ആരോടും ഒന്നും പറയാതെ ഒടുവിൽ ഞാൻ ലീവ് എഴുതി ആ തണലിലേക്ക് ഓടിയെത്തി ഗുരുവായൂര്. അന്ന് പുലർച്ചെ വരി നിൽക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കൈകൾ കൂപ്പി ആ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാനെ, എല്ലാം കൈവിട്ടു പോകുകയാണല്ലോ എന്നൊരു പരാതി മാത്രമായിരുന്നു ഉള്ളിൽ. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് കടന്ന് ആനയെ നിർത്തിയിരുന്ന സ്ഥലമില്ലേ, അവിടെ ആനയ്ക്ക് സമീപം ചവിട്ടുപടിയിൽ തളർന്നിരിക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്നാണ് എന്റെ ചുരിദാറിന്റെ തുമ്പിൽ ആരോ വലിക്കുന്നത് പോലെ തോന്നിയത്. നോക്കിയപ്പോൾ വലിയ കണ്ണുകളുള്ള ഒരു ഉണ്ടപ്പൻ, കുറുമ്പൻ ചിരിയുള്ള ഒരു ഉണ്ണിക്കുട്ടൻ. ഏറി വന്നാൽ ഒരു 5 വയസ്സ് മാത്രം പ്രായം. അവൻ എന്റെ നേരെ കൈനീട്ടി. അവന്റെ കുഞ്ഞു കൈപ്പത്തിക്കുള്ളിൽ മുറുകെ പിടിച്ച ഒരു മയിൽപീലി എന്റെ കൈവള്ളിയിലേക്ക് വെച്ചു തന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ? അവൻ കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുകൂടെ വെച്ചോ, പേടിക്കണ്ട, കണ്ണൻ കൂടെയുണ്ട്. ആ വാക്കുകൾ കേട്ടതും ഞാൻ ശരിക്കും അതിശയിച്ചു. ഒരു കുട്ടി എന്നോടിങ്ങനെ പറഞ്ഞതോർത്ത് എന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. പതറിപ്പോയ ഞാൻ അവന്റെ അമ്മയെ തിരിയാൻ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. കാരണം അവൻ എല്ലാ ആളുകളുടെയും ഇടയിലേക്ക് പോകുന്നു. ആളുകളുടെ ഇടയിലൂടെ ഭഗവതി ക്ഷേത്രത്തിനരികിലേക്കുള്ള കുളത്തിന്റെ ഭാഗത്തേക്ക് അവൻ പതിയെ കാണുന്ന ആളുകളോടെല്ലാം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു കുസൃതി കുടുക്ക പോലെ അവൻ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയി. ആ കുട്ടിയെ എനിക്ക് പിന്നീട് കണ്ടെത്താനായില്ല. ഞാൻ കരുതി അവിടെ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതെങ്കിലും വീടുകളിലെ കുട്ടിയായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെയെല്ലാം അവന് സുപരിചിതമാണ്, അവന്റെ പെരുമാറ്റത്തിലും നടത്തത്തിലും. പക്ഷേ അവൻ തന്ന എന്റെ കയ്യിലിരുന്ന ആ മയിൽപീലിക്ക് അപ്പോൾ ഒരു പ്രത്യേക മണമായിരുന്നു. ചന്ദനത്തിന്റെയും തുളസിയുടെയും കലർന്ന മണം. അന്ന് വൈകുന്നേരം വീട്ടിലെത്തി. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോലി സ്ഥലത്തും എത്തി. ശേഷം അന്ന് വൈകുന്നേരം റൂമിലെത്തി. ബാഗ് തുറന്നപ്പോൾ വിശ്വസിക്കാനാവാത്ത ഒന്ന് സംഭവിച്ചു. ആഴ്ചകളായി ഓഫീസിൽ ഞാൻ കാണാതെ തിരഞ്ഞു നടന്ന, എന്റെ ജോലി തെറിക്കാൻ വരെ കാരണമാകുമായിരുന്ന ആ ഇമ്പോർട്ടന്റ് ഫയൽ എന്റെ ഓഫീസ് ബാഗിന്റെ സൈഡ് പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നു. എത്രയോ വട്ടം ആ ബാഗ് ഞാൻ കുടഞ്ഞു നോക്കിയതാണ്. എവിടെ നിന്നാണ് അത് അവിടെ വന്നതെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു. ഭഗവാൻ എന്നെ കൈവിട്ടിട്ടില്ല. 28 വർഷത്തെ എന്റെ ജീവിതത്തിൽ യുക്തിക്ക് നിരക്കാത്ത, എന്നാൽ വിശ്വാസം കൊണ്ട് മാത്രം തൊട്ടറിഞ്ഞ ആ നിമിഷം, അതായിരുന്നു എന്റെ കണ്ണന്റെ കാരുണ്യം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഓരോ സന്തോഷവും ആ മയിൽപീലിയുടെ തണലിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 മാസം കൂടി കഴിഞ്ഞാൽ എന്റെ ലീവ് ടൈം ആകും. വീണ്ടും തിരികെ വീട്ടിലേക്ക് പോകും. വീണ്ടും ഗുരുവായൂരിൽ പോകുമ്പോൾ ആ ഗുണ്ടുമണിയെയും കാണണമെന്ന ആഗ്രഹം. ഹരേ കൃഷ്ണ.